ആ അബി പറടാ. എടാ എടാ പ്രിയ എനിക്ക് മെസ്സേജ് അയച്ചു. 3 വർഷങ്ങൾക്ക് ശേഷം അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നു. അവൾക്ക് എന്നെ അത്യാവശ്യമായിട്ട് കാണണം. നീ കൂടെ വാ. ആടാ നീ വിളിച്ചാ മതി. ശരിയാടാ. ഓക്കെടാ. സമയമായല്ലോടെ, വരുവോ? വരുവടാ. ഹായ്. കൊറേ നേരമായി വന്നിട്ട്. കുറച്ച് നേരം. ശരിടാ, അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ ചെയ്താ, ഞാൻ പോവാം. ഇരുന്ന്. താനം തന്നെ കാണാൻ പറഞ്ഞു. ഞാനിവിടുന്ന് പോവാ. എനിക്ക് ബാംഗ്ലൂരില് ഇൻഫോടെക് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി സെറ്റ്. എനിക്കറിയാലോ, എനിക്ക് ഇവിടെ അങ്ങനെ വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് ഇസ് ഈസി ടു ഡു. പക്ഷെ നിന്നോട് മാത്രം എന്തോ പറഞ്ഞിട്ട് പോകണം. നാട്ടിലേക്കില്ല. അതുകൂടെ പറയണേ ഞാൻ വന്നു. എടാ, ഞാനിവിടുത്തെ വീട് വെക്കേറ്റ് ചെയ്യാം. അമ്മയ്ക്കിപ്പോ വയസ്സൊക്കെ ആവില്ല. ഞാൻ അമ്മയും കൂട്ടിയാ പോകും. ബാംഗ്ലൂരിൽ ഒരു കസിന്റെ വീട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് അവിടെ പിന്നെ ഒരു വീട് വാങ്ങണം. എന്തായാലും നീ നാട്ടിലേക്കൊന്നും തിരിച്ചില്ല. നല്ല തീരുമാനം. അപ്പൊ നീ എന്നെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ ഞാൻ കണ്ടറിഞ്ഞ കാര്യമാണ്. പക്ഷെ പലപ്പോഴും ഞാൻ അത് കണ്ടില്ല നടിച്ചതും റെസ്പോണ്ട് ചെയ്യാതിരുന്നതൊക്കെ നിന്നോട്ടുള്ള വെറുപ്പൊണ്ടൊന്നുമല്ല, സാഹചര്യങ്ങളാണ്. എന്റെ ഫാമിലിയുടെ സ്റ്റെബിലിറ്റി, എന്റെ കരിയർ, ഇത്രയും സ്ട്രഗിൾസിനിടയ്ക്ക് എനിക്കൊരു ജോബ് കിട്ടിയത് തന്നെ വലിയ കാര്യം. ഇതിനിടയ്ക്കൊക്കെ ഒരു റിലേഷൻഷിപ്പ് അതൊന്നും എനിക്ക് അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ല. റിലേഷൻ ആകുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഫീലിങ്സ് നോക്കാറില്ലല്ലോ. ആദ്യം വലിയ ആളുകളുണ്ട് നല്ലത് ഇത് തന്നെ അല്ലേ? എന്തായാലും ലൈഫ് സെറ്റ് ആക്കാം. അഭി, ഓൾ ദി ബെസ്റ്റ്. നിനക്ക് എന്നോട് ദേഷ്യമുണ്ട്? എന്തിനു? വിഷമമുണ്ട്. ഒരുപക്ഷെ നീ എന്നോട് കാര്യങ്ങൾ ഓപ്പൺ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മനസ്സിലാവും. ഇന്ന് രാത്രി 8 മണിക്കകത്ത് പ്രിയ, നീ എന്നാ കാണും? ഭൂമി ഉരുണ്ടതല്ലേ മാഷ, എവിടെയെങ്കിലും വെച്ച് കാണാം. എന്തോ ചേടാ? അവള് പോവാന്ന് പറയാൻ വന്നത് ചേച്ചല്ലേ? അവിടെ എന്നോട് ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവരെ മനസ്സിൽ ആലോചിച്ച് കൂട്ടിയിട്ടു. കാരണം അവൻ ലൈഫ് സെറ്റ് ആവട്ടെ.